പാകിസ്ഥാനെയും ചൈനയും ഒരേ സമയം പൂർണ്ണമായും ഞെട്ടിച്ചുകൊണ്ട് ശത്രുവിന്റെ മിസൈലുകളെ ആകാശത്ത് വെച്ച് തന്നെ വെണ്ണീറാക്കുന്ന ഇന്ത്യൻ അയൺ ഡോം പ്രതിരോധ കവചം ഭാരതം വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നു. DRDO നടത്തിയ തുടർച്ചയായിട്ടുള്ള 3 ഫ്ലൈറ്റ് ടെസ്റ്റുകൾ വിജയകരമായതോടെ ലോകത്തെ ഏറ്റവും കരുത്തുറ്റ പ്രതിരോധ മഹാശക്തികളുടെ പട്ടികയിലേക്ക് ഭാരതം ഔദ്യോഗികമായി മാസ് എൻട്രി നടത്തിയിരിക്കുകയാണ്. റഷ്യയുടെ പക്കൽ നിന്നും നമ്മൾ വാങ്ങിയ വ്യോമ പ്രതിരോധ സംവിധാനമായിട്ടുള്ള S-400 പുറമെയാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഈ വ്യോമ പ്രതിരോധ സംവിധാനം കൂടി ഇന്ത്യ സ്വന്തമാക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഈ മാസം 10-11 തീയതികളിൽ ഒഡീഷ തീരത്ത് വെച്ചാണ് ഭാരതത്തിന്റെ കരുത്ത് തെളിയിച്ച ആ ചരിത്ര പരീക്ഷണങ്ങൾ നടന്നത്. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളെ പോലും അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള അത്യാധുനിക മൾട്ടി ലെയേർഡ് പ്രതിരോധ സംവിധാനമാണ് DRDO വിജയകരമായി പരീക്ഷിച്ചത്. ഇതിനു പുറമെ സമുദ്രത്തിൽ താഴ്ന്നു പറന്ന് ശത്രുവിന്റെ യുദ്ധക്കപ്പലുകളെ തകർക്കുന്ന സീ സ്കീമിംഗ് ശേഷിയുള്ള നാവിക ആന്റിഷിപ്പ് മിസൈലിന്റെ കന്നി പരീക്ഷണവും ഇന്ത്യൻ നാവികസേനയുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വിജയകരമായി പൂർത്തിയാക്കി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ ദൃശ്യങ്ങൾ അഭിമാനത്തോടെയാണ് ലോകത്തിന് മുന്നിൽ പങ്കുവച്ചത്. ഈ പരീക്ഷണത്തോടെ അയൽ രാജ്യങ്ങളുടെ എല്ലാവിധ മിസൈൽ ഭീഷണികളും പൂർണ്ണമായും അപ്രസക്തമായിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. ശത്രു രാജ്യങ്ങൾ ഒരേ സമയം ഒന്നിലധികം ഡ്രോണുകളോ ക്രൂയിസ് മിസൈലുകളോ അയച്ചാൽ പോലും അവയെ ഒരേ സമയം കണ്ടെത്തി ലേസർ ആയുധങ്ങൾ ഉപയോഗിച്ച് നിമിഷ നേരം കൊണ്ട് ചാമ്പലാക്കാൻ ഈ പുതിയ ഇന്ത്യൻ അയൺ ഡോമിന് സാധിക്കും. മുൻകാലങ്ങളിൽ അത്യാധുനിക ആയുധങ്ങൾക്കായി വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്ത്യക്ക്. എന്നാൽ ഇന്ന് ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ ലോകത്തെ ഞെട്ടിക്കുന്ന പ്രതിരോധ സാങ്കേതിക വിദ്യകൾ സ്വന്തം മണ്ണിൽ നിർമ്മിച്ചെടുക്കാൻ നമ്മുടെ ശാസ്ത്രജ്ഞർക്ക് കഴിയുന്നു എന്നത് ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന നേട്ടമാണ്. ഈ വിജയത്തോടെ കറാച്ചിയിലെയും ഇസ്ലാമാബാദിലെയും സൈനിക ആസ്ഥാനങ്ങൾ പൂർണ്ണമായും ഭീതിയിലാണ്. പാകിസ്ഥാന്റെ പക്കലുള്ള ഏതൊരു മിസൈൽ സാങ്കേതിക വിദ്യയും വെറും ഇരുമ്പ് കഷ്ണങ്ങളാക്കി മാറ്റാൻ ഭാരതത്തിന്റെ ഈ വ്യോമ സമുദ്ര പ്രതിരോധ കവചത്തിന് സാധിക്കും. പ്രതിരോധം എന്നാൽ കേവലം അതിർത്തികളിൽ സൈന്യത്തെ വിന്യസിക്കുക മാത്രമല്ല, മറിച്ച് ശത്രുവിനെ ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ര ഉയർന്ന സാങ്കേതിക മേധാവിത്വം പ്രതിരോധ മേഖലയിൽ നേടുന്നതാണ് എന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ കൃത്യമായിട്ടുള്ള ഭൗമരാഷ്ട്രീയ ദർശനമാണ് ഇവിടെ വിജയം കണ്ടിരിക്കുന്നത്. ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷം എന്ന് തന്നെ ആരോപിച്ചാലും രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിക്കാൻ ഭാരതത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് വാസ്തവം. ഇനി ഭാരതത്തിന് നേരെ അനാവശ്യമായി വിരൽ ചൂണ്ടാൻ ലോകത്തിലെ ഒരു ശക്തിക്കും ധൈര്യമുണ്ടാകില്ല. സ്വന്തം ശാസ്ത്രജ്ഞരിലും സൈന്യത്തിലും വിശ്വാസമർപ്പിച്ച് സ്വയം പര്യാപ്തതയുടെ പുതിയ ചരിത്രമെഴുതിയ ഇന്ത്യ ഇന്ന് ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കുകയാണ്. ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞർക്ക് ബിഗ് സല്യൂട്ട്. പ്രതിരോധ രംഗത്തെ കൂടുതൽ മാസ് വാർത്തകളുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് കേരള.